യാത്ര വചന വഴിയെ ഹൃദയമയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ വർഷങ്ങളുടെ കരിസ്മാറ്റിക് പ്രാർത്ഥനയുടെയൊക്കെ വലിയ ചൈതന്യം അനുഭവിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. കൂദാശകളെ പറ്റിയൊക്കെ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് പണ്ടത്തേക്കാളേറെ ലഭിച്ച ഒരു സമൂഹമാണ്. ബൈബിൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ തന്നെ ഒരു സമൂഹമാണ്. അനേകം ധ്യാനങ്ങളും പ്രാർത്ഥനകളും അനേകം സൗഖ്യങ്ങളും നേരിട്ട് കാണുകയും ജീവിതത്തിൽ അത് അനുഭവിക്കുകയും ചെയ്ത ഒരു സമൂഹവുമാണ്. എന്നാൽ ഇതൊന്നും കിട്ടാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരായ കൃഷിക്കാരായ ഒത്തിരിയേറെ കാര്യങ്ങളിൽ വലിയ ഗ്രാഹ്യമില്ലാത്ത, ഇന്നത്തെ പോലെ സാധ്യതകൾ ഗൂഗിളോ അല്ലെങ്കിൽ യൂട്യൂബിലോ സെർച്ച് ചെയ്താൽ ഉത്തരം കിട്ടാത്ത ഒരു കാലഘട്ടത്തിലും സഭയുടെ പഠനങ്ങളും ദൈവവചനത്തിന് ഞായറാഴ്ച കിട്ടുന്ന വ്യാഖ്യാനവും ഒക്കെ കൊണ്ട് നന്നായിട്ട് വിശുദ്ധരായി ജീവിച്ച അനേകം നല്ല വ്യക്തിത്വങ്ങൾ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ദൃഢത എന്ന് പറയുന്നത് ഒരു ആഘോഷങ്ങൾക്കകത്തുള്ളതായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ബൈബിൾ കൺവെൻഷൻ ടൈമിൽ മാത്രം ഉണ്ടായിരുന്നതായിരുന്നില്ല. അവരെല്ലാം ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു മുദ്രണം ചെയ്യപ്പെട്ട വിശ്വാസം എന്നത്. അതിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, അല്ലെങ്കിൽ മറന്നു കിടക്കുന്ന ഒരു വിഷയത്തെ നമ്മൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊണ്ട് വരാൻ വേണ്ടിയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ശ്രമിക്കുക. നമുക്ക് കാരുണ്യ പ്രവർത്തികൾ 14 ആണ് ഉള്ളത്. അതിൽ 7 ശാരീരികമായ കാരുണ്യ പ്രവർത്തികളും 7 ആത്മീയമായ കാരുണ്യ പ്രവർത്തികളുമാണ്. ഇത് രണ്ടും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. 2 തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും കണക്ക് കൂട്ടുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും. അപ്പം നമുക്ക് ഈ 14 കാരുണ്യ പ്രവർത്തികളെയും ഒന്ന് ചിന്തിച്ച് ഈ എപ്പിസോഡിലൂടെ കടന്നു പോകാം. ആദ്യമായിട്ട് ശാരീരികമായ നമ്മൾ ചെയ്യേണ്ട, സഭ അല്ലെ നമ്മളെ പഠിപ്പിക്കുന്ന, ഇത് സഭയുടെ പഠനം തന്നെയല്ല, ഇത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ സഭ തന്നേക്കുന്ന പഠനമാണ്. അല്ലാണ്ട് സഭ വേറെ എവിടെ നിന്നോ ലോകത്തിൽ നിന്ന് കൊണ്ടെന്ന് വെച്ചിത് അച്ഛന്മാരും മെത്രാന്മാരോട് കണ്ടുപിടിച്ച് തന്നൊന്നും ആരും ഓർക്കല്ല. ഇത് ബൈബിളിൽ തന്നെയുള്ള ക്രിസ്തു പറഞ്ഞ വാക്കുകളെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് 14 ഇങ്ങനെ നമ്മളെ തന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചിന്തിക്കാം. 1, വിശക്കുന്നവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. യേശുവിൻ്റെ അന്ത്യവിധി എന്താണ്? ക്രിസ്തു അന്ത്യവിധിയെപ്പറ്റി പറയുന്നിടത്ത് പറഞ്ഞേക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: ഞാൻ വിശന്നവനായി വന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അടുത്ത കാരുണ്യപ്രവൃത്തിയായിട്ട് തന്നെ സഭ പറയുന്നു, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുക. യേശു തന്നെ അത് പറഞ്ഞു, ഞാൻ ദാഹിക്കുന്നവനായി വന്നു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. 3-മത് പറയുന്നു, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക. ഞാൻ വസ്ത്രമില്ലാത്തവനായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു. 4, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം നൽകുക. ഞാൻ പാർപ്പിടമില്ലാത്തവനായിരുന്നു, പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ രോഗിയായിരുന്നു ഞാൻ, നിങ്ങൾ എന്നെ സന്ദർശിച്ചോ. 5-മത്തെ കാരുണ്യപ്രവൃത്തി തന്നെ രോഗികളെ സന്ദർശിക്കുക, അവരെ സഹായിക്കുക എന്നുള്ളതാണ്. 6-മത്തേത് അവശരെ സഹായിക്കുക. ദുർബലനായിരുന്നു, പല വിധത്തിൽ അവരെ സഹായിക്കാൻ നമുക്ക് സാധിച്ചോ. 7, മരിച്ചവരെ അടക്കുക. ഈ 7 ശാരീരികമായ കാരുണ്യപ്രവർത്തികളെ പറ്റി ആദ്യം നമുക്ക് ചിന്തിച്ചു പോകാം.
നമുക്കെല്ലാവർക്കും അറിയാം, രോഗസൗഖ്യം എന്ന് പറയുന്നത് ദൈവം നൽകുന്നതാണ്. അപ്പോൾ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ദൈവം നമ്മളെ ചില ഭക്ഷണങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഏതെല്ലാം തരത്തിലുള്ള വിശപ്പുകൾ മനുഷ്യനുണ്ടോ അതിലേക്ക് നമുക്കറിയാവുന്ന അവരുടെ വിശപ്പിനെ തീർക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഒന്നാമതായിട്ട് നമുക്ക് ഭക്ഷണമില്ലായ്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് മറ്റുള്ളവർക്ക് വിശന്നാൽ കൊടുക്കാൻ പറ്റുന്ന അപ്പം ദൈവം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് മദർ തെരേസയോട് ചോദിക്കുന്നുണ്ട് ഒരു സമയത്ത്, നിരീശ്വരവാദികളായ അല്ലെങ്കിൽ മദറിനെ തകർക്കണമെന്നോ തർക്കിച്ച് തോൽപ്പിക്കണമെന്നോ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു പറ്റം ജനങ്ങളുടെ ഒരു ചോദ്യമുണ്ടായിരുന്നു. ആയിരക്കണക്കിന് കുഷ്ഠരോഗികൾ ഇവിടെ കിടപ്പുണ്ട്, അതിൽ ഒരെണ്ണത്തിനെ എടുത്തുകൊണ്ട് പോയാൽ ഇവിടെ എന്ത് സംഭവിക്കും? ബാക്കി 999 ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ മദർ പറയുന്നുണ്ട്, ഈ ഒരെണ്ണം എൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. കടലിൽ കിടക്കുന്ന വെള്ളത്തെ കടലിങ്ങനെ വിശാലമായിട്ട് ഉൾക്കൊള്ളുന്നു. പക്ഷേ അതിൽ നിന്ന് ഒരു ബക്കറ്റ് മുക്കിയാൽ എനിക്ക് മനസ്സിലാവും ഒരു ബക്കറ്റ് കുറഞ്ഞിട്ടുണ്ട്. കടലിന് മനസ്സിലായില്ല, നിങ്ങൾക്കും മനസ്സിലാകില്ല. അതുപോലെ തന്നെ മദർ പറഞ്ഞ ഒരു വൈശിഷ്ട്യമായ വാക്കാണ്. മദർ പറഞ്ഞു, ദൈവം കൊടുക്കാൻ വേണ്ടി വളരെയധികം സ്ട്രോങ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, എന്തിനാണ് കണ്ണില്ലാത്ത ഒരു ദൈവമല്ലേ നമ്മുടെ ദൈവം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ക്രിസ്തുവിനെ പറയുന്നത്? കാരണം എന്താണ്? ഈ ക്രിസ്തു എന്ത് ചെയ്തു? ഇങ്ങനെ കുഷ്ഠരോഗികളും ബലഹീനരും പട്ടിണിപ്പാവങ്ങളുമായിട്ട് എന്തിനീ മനുഷ്യരെ സൃഷ്ടിച്ചു? മദർ തെരേസ പറയുന്ന മറുപടി, ക്രിസ്തു അല്ല പ്രശ്നം ഉണ്ടാക്കിയതും സൃഷ്ടിച്ചതും നശിപ്പിച്ചതൊന്നും. എന്താ മിസ്റ്റേക്ക് പറ്റിയേക്കുന്നത്? ക്രിസ്തു സഹായിക്കുമെന്ന് കരുതി എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ച സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നും അവരെയൊക്കെ സഹായിക്കുമെന്നും ക്രിസ്തു കരുതിയവരൊന്നും കരുതാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ ബലഹീനരായിട്ട് ഇന്നും കഴിയുന്നത്. അതാണ് അതിൻ്റെ സത്യം. നമ്മുടെ തൊട്ടടുത്ത് തന്നെ വിശക്കുന്ന ഒരു വ്യക്തിക്ക് സഹായിക്കാൻ വേണ്ടി അവനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ക്രിസ്ത്യാനിയായ നമുക്കെല്ലാവർക്കും കടമയുണ്ടെന്നുള്ള ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ വിശക്കുന്നവരായി അവിടെ ആരും ഉണ്ടായിരിക്കില്ല. അതാണ് അപ്പോസ്തലപ്രവർത്തനം 4-ാം അധ്യായത്തിൽ വിശ്വാസികളുടെ സമൂഹം എന്നുള്ള ഹെഡിങ്ങിൻ്റെ അകത്ത് നമുക്ക് വായിച്ചാൽ അറിയാം, അവരേക മനസ്സായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ച ആരും ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ ആര് കയറി വന്നാലും ആരുടെയും വീട്ടിൽ വലിയ സമ്പത്തൊന്നുമില്ല, ഇടത്തരം മനുഷ്യരായിരുന്നു കൂടുതൽ ഭാഗവും. ഇന്ന് ഈ 10-15-20 വർഷം കൊണ്ടാണ് ഒരു പറ്റം വളരെ ഔന്നത്യത്തിലും ഒരു പറ്റം ഇങ്ങനെ നിസ്സഹായരായിട്ടും കിടക്കുന്ന ഒരു ജീവിതം. പണ്ട് ഒരു ആവറേജ് മനുഷ്യരിപ്പോൾ ഞങ്ങളുടെയൊക്കെ ഗ്രാമങ്ങളിലാണ് നോക്കിയാൽ എല്ലാവരും തന്നെ ഒരു ആവറേജ് മനുഷ്യരാണ്. കുറച്ച് കൃഷിയും കുറച്ച് പശുവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ലക്ഷങ്ങളൊന്നും ആരുടെയും കയ്യിൽ സമ്പാദ്യമൊന്നുമില്ല. എന്നാൽ ഏത് മനുഷ്യർ എവിടെ നിന്ന് വന്നാലും ഞങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് ഇല്ലായ്മയിൽ നിന്നാണ്. വിശന്ന ഒരാൾ വരുന്നെങ്കിൽ ആ ഉള്ളതിൻ്റെ ഓഹരി 2 മുട്ടയെങ്കിലും പൊരിച്ച് പെട്ടെന്നൊരു ചോറ് ഉച്ചയ്ക്ക് വന്നാൽ ഏത് മനുഷ്യനും കയറി വന്നാലും ഭക്ഷണം കൊടുക്കാതെ വീടില്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു നല്ല മോര് ഒന്ന് കലക്കി നല്ലൊരു വെള്ളം, അവൻ്റെ ദാഹം പോകും, വിശപ്പ് പോകും, ക്ഷീണം പോകും. ഇത് ഇന്ന് കുറച്ചുകൂടെ വളരെ സമ്പന്നതയായി എല്ലാവരുടെയും ഫ്രിഡ്ജിൽ 10 ജന്മത്തിനുള്ള സാധനങ്ങളും വെച്ച് അടുക്കി വെച്ചിട്ടുമുണ്ട്. എന്നിട്ടും ഒരു മനുഷ്യൻ കയറി വരുമ്പോൾ ആ പണ്ടുണ്ടായിരുന്ന സ്നേഹത്തോടെ അവരെ ഭക്ഷണം കൊടുക്കാനുള്ള ഒരു മര്യാദകളൊക്കെ വളരെ കുറഞ്ഞു പോയോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശക്കുന്നോ എന്ന് ചോദിക്കുകയല്ല, ഉച്ചയ്ക്കാണ് വരുന്നതെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള ഒരു സ്നേഹം. ദാഹിച്ചാൽ വരുന്നെങ്കിൽ അത് അന്നേരം നല്ലൊരു ചായയോ ഒരു വെള്ളമോ മോരും വെള്ളമോ കരിക്കും വെള്ളമോ ഒക്കെ കൊടുക്കാനുള്ള ഒരു സ്നേഹം. ഇതെല്ലാം കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളായിട്ടാണ് സഭ കാണുക. അപ്പോൾ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാനും ദാഹിക്കുന്നവന് വെള്ളം കുടിക്കാൻ കൊടുക്കാനും അതുപോലെ തന്നെ വസ്ത്രമില്ലാത്തവർ, എൻ്റെ ചില സുഹൃത്തുക്കളെയൊക്കെ ഞാൻ നേരിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അലമാരികളിൽ അടുക്കി വെക്കുന്ന ആവശ്യമില്ലാത്ത തുണികളൊക്കെ നിലവിളിക്കും. പാവപ്പെട്ടവന് വേണ്ടി വളരെ വിലയുടെ സാരികളൊക്കെ ഒത്തിരിയേറെ മേടിച്ച് വെച്ചേക്കുന്നത്, ആവശ്യത്തിനൊക്കെ മതി, നമ്മൾ എത്രയുണ്ടെങ്കിലും നമ്മൾ ഇത്രയൊക്കെ ഉടുക്കുകയുള്ളൂ, നമുക്ക് ഒരു സമയം ഒരു ഡ്രസ്സ് മതി, നമ്മൾ അമിതമായിട്ട് ആരും ഒന്നും കഴിക്കില്ല, അമിതമായിട്ട് ആരും ഒന്നും ഉപയോഗിക്കുന്നില്ല. ഒരു സമയം പൈസയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ആവശ്യങ്ങൾക്ക് പൈസയില്ലെങ്കിൽ അതിന് ഭയങ്കര വിലയുണ്ട്. എന്നാൽ ആവശ്യം കഴിഞ്ഞ പൈസയൊക്കെ ഏതെങ്കിലും ബാങ്കിൻ്റെ അകത്ത് പേപ്പർ വില കിടക്കുന്നു, അതൊക്കെ നാളെ എന്താകുന്നു, ആരുപയോഗിക്കുന്നു, അധ്വാനിക്കാത്തവൻ എങ്ങനെ തകർക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഇതെല്ലാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു പക്ഷേ പല ഉന്നതമായ ഉദ്യോഗസ്ഥരിലിരിക്കുന്ന മനുഷ്യരാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സൊക്കെ തന്നെ ഇടണം. ദൈവം തന്നിട്ട് ദാരിദ്ര്യം കാണിക്കണമെന്ന് നിർബന്ധമില്ല. നല്ല ഭംഗിയായ ഡ്രസ്സോ നല്ല വസ്ത്രമോ ഒക്കെ ധരിക്കാം. പക്ഷേ ഇത് അടുക്കി 5 അലമാരി മുഴുവൻ വയ്ക്കുമ്പോൾ അതൊക്കെ കണ്ട് ആഗ്രഹത്തോടെ കൊതിയോടെ നോക്കുന്ന അനേകം മനുഷ്യരുണ്ട്. ഒരു പക്ഷേ എനിക്ക് പല അനുഭവങ്ങൾ അതെന്നോട് പങ്കുവച്ചേക്കുന്ന അനേകം പേരുടെ അനുഭവങ്ങളും എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ വെറുതെ ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് നിസ്സഹായരായി
ഒരു നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് ഒരു കോളേജിൽ പോകാനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫംഗ്ഷന് പോകാനൊക്കെ കൊതിക്കുന്ന മക്കൾ അടുത്തുണ്ടെങ്കിൽ ഇവരെ കണ്ട് അവരിലേക്കും നമ്മൾ 4 എണ്ണം മേടിക്കുമ്പോൾ അതിൽ ഒരെണ്ണം കുറച്ചിട്ട് 3 എണ്ണം മേടിച്ചിട്ട് ഒരെണ്ണം ഒരു ബലഹീനനായ വസ്ത്രത്തിന് ബുദ്ധിമുട്ടുന്നുണ്ട് അവരുടെ ആരുടെയും മുന്നിൽ കൈനീട്ടാൻ മേലാത്ത അനേകം വ്യക്തികൾ ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. നമ്മൾ പ്രശസ്തിക്കും പേരിനും വേണ്ടിക്കൊണ്ട് 50 ലക്ഷം കൊണ്ട് ഏറ്റവും കേരളത്തിൻ്റെ അറ്റത്തുള്ള ഒരു സ്ഥലത്തോട്ട് കൊണ്ട് പേര് കിട്ടാൻ വേണ്ടി കൊടുക്കുന്നതിന് പകരം തൊട്ടുമുറ്റത്തുള്ളവന് 5000 രൂപ കൊടുക്കാൻ പഠിച്ചാൽ നമ്മളിലെ സുവിശേഷത്തിന് പൂർത്തീകരണമാകും. അന്നേരം അപ്പോൾ ഒരുപക്ഷെ നമുക്ക് സ്റ്റേജ് കിട്ടുകയില്ല, അനൗൺസ്മെൻറ്റ് കിട്ടുകയില്ല, അല്ലെങ്കിൽ സീറ്റ് കിട്ടുകയില്ല, ഇതൊന്നും കിട്ടുകയില്ല. ഇതൊന്നും കിട്ടാതിരിക്കുമ്പോൾ കർത്താവ് അവിടെ ഒരു സീല് അടിച്ചു തരും. കാരുണ്യ പ്രവർത്തികളിൽ എൻ്റെ മകൻ ഇത് ചെയ്തിരിക്കുന്നു, എൻ്റെ മകൾ ഇത് ചെയ്തിരിക്കുന്നു. അപ്പം വസ്ത്രത്തിൻ്റെ മേഖലകളിൽ ഒരു പരിമിതി ഇടാനും ആവശ്യമില്ലാതെ ഒത്തിരിയേറെ ശേഖരിച്ച് വെച്ചിട്ട് ഇത് ഒന്നും നമ്മൾ കൊണ്ടുപോകുകയില്ല എന്നുള്ള വലിയൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വരാനും വാങ്ങിച്ചു വെച്ചിരിക്കുന്നതിൽ തന്നെ നന്നായിട്ട് ഉപയോഗിച്ച് തീർന്നിട്ട് പുതിയത് വാങ്ങിക്കാനും ഒക്കെ കുറച്ചുകൂടെ ആ മേഖലകളിലും നമ്മൾ മറ്റുള്ളവരെ അങ്ങനെ കരുതിക്കൊണ്ട് സമ്പത്തിനെ ഉപയോഗിച്ച് വസ്ത്രത്തെയൊക്കെ ചിലരൊക്കെ കല്യാണ സമയങ്ങളിലൊക്കെ സംസാരിക്കുന്ന കേൾക്കാം, ലക്ഷങ്ങളുടെ സാരികളുമൊക്കെ മേടിക്കുന്നു. അത് 1 മണിക്കൂർ കഴിയുമ്പം പിന്നെ ജീവിതത്തിൽ അത് ഉടുക്കുന്ന പോലും ഇല്ലാത്ത അവസ്ഥകളൊക്കെ. ഇപ്പോൾ അവിടെ ഒരു 5000 രൂപയുടെ ഒരു സാരി മേടിച്ച് കല്യാണ മണ്ഡപത്തിൽ പോകാൻ പറ്റത്തില്ലാത്ത എത്രയോ പെൺകുട്ടികളൊക്കെ കാണും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചിന്തയിലും ജീവിതത്തിലും കടന്നു വരണം. നമ്മുടെ ഓർമ്മകളിൽ ദൈവം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ ഓരോന്നും ചെയ്യുമ്പം നമ്മുടെ മനസ്സിലേക്കും വരണം. അത് നമുക്ക് അനുഗ്രഹമാകും എന്ന് ആണ് നമ്മളിവിടെ ചിന്തിക്കുക. അടുത്തത് അവശരെ സഹായിക്കുക. പല വിധത്തിലുള്ള അവശത അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. മാനസികമായി തകർന്നവരുണ്ട്, ശാരീരികമായി തകർന്നവരുണ്ട്, ആത്മീയമായി തകർന്നവരുണ്ട്. ഇവരെയൊക്കെ സഹായിക്കേണ്ട ഒരു വലിയ കടപ്പാടും കൂടെ നമുക്ക് ഉണ്ട്. മരിച്ചവരെ സംസ്കരിക്കുക. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഒരു വലിയ സംഭവം ഞാൻ ഓർക്കുകയാണ്. പണ്ട് ഇടവകയിലെ ഒരു മരണം നടന്നാൽ എല്ലാ കാറ്റഗറിയിലുള്ളവരും ഈ മരിച്ചടക്കിന് വരുമായിരുന്നു, മുഴുവൻ പേരും. അത് ഏത് പാവപ്പെട്ടവൻ്റെ ആണെങ്കിലും ഏത് മുതലാളിയുടെ ആണെങ്കിലും ആരായിക്കോട്ടെ, ആ ശവസംസ്കാര ചടങ്ങിൽ, പ്രാർത്ഥനയിൽ, വിശുദ്ധ കുർബാനയിലൊക്കെ മുഴുവൻ പേരും വന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതിന് വലിയ കൃപയുമുണ്ട്, അതിന് വലിയ അർത്ഥവുമുണ്ട്. എന്നാൽ ഇപ്പോഴും നമ്മൾ കാണുന്നത് ഒരു പ്രത്യേക സംവിധാനമായി ഈ മരിച്ച അടക്കിൻ്റെ അതായത് ശവസംസ്കാര ചടങ്ങൊക്കെ വേറൊരു ലെവലിലേക്ക് മാറി. എല്ലാം ഒരു ചട്ടക്കൂടിൻ്റെ അകത്തേക്കോ അല്ലെ വേറെ ഏതോ ലെവലിലേക്ക് മാറുന്നത് കണ്ണുകൊണ്ട് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അത് കറക്റ്റ് ടൈമിന് പള്ളിയിൽ വരുന്നു, അവിടുന്ന് അടക്ക് കഴിയുമ്പോഴേ ചായയും കുടിച്ച് എല്ലാവരും സ്ഥലം വിടുന്നു. എന്നാൽ പണ്ട് അങ്ങനെയല്ല. തലേദിവസം പോലെ മരിച്ചെന്ന് അറിയുമ്പം തുടങ്ങി പ്രാർത്ഥിക്കാനും ഒപ്പീസിൽ കൂടാനും രാത്രി മുഴുവൻ ഇവരോട് ഇരിക്കാനൊക്കെ അനേകം മനുഷ്യർ ചെല്ലുമായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ ശവസംസ്കാര ചടങ്ങുകളിൽ അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, വളരെയധികം യുവജനങ്ങളെ കാണാനില്ലാത്ത കാലമായി. ഇവരാരും തന്നെ ഈ പ്രാർത്ഥനയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ലാത്തതാണോ അവരുടെ സാഹചര്യമാണോ നമുക്കറിയില്ല. പക്ഷേ യുവജനങ്ങളുടെയൊക്കെ ഒരു വലിയ സാന്നിധ്യം മരിച്ച ഒരു വ്യക്തിയെ അടക്കി ആ സമയത്ത് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് സഭ നൽകുന്ന, അതുപോലെ തന്നെ ക്രിസ്തു നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്ന. അതുകൊണ്ട് ആ തോബിത്തിൻ്റെ പുസ്തകത്തിലൊക്കെ ദൈവത്തിൻ്റെ ദൂതൻ നീ ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് പോയി മരിച്ചവനെ അടക്കുന്നത് ദൂതൻ റിപ്പോർട്ട് ചെയ്തെന്നൊക്കെ പറയുന്നത് ഭയങ്കര അർത്ഥമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ അറിയുന്ന വ്യക്തികളോ നമ്മുടെ ഇടവകയിലുള്ള ഏത് വ്യക്തിയായാലും നമ്മൾ അവരുടെ വ്യക്തിബന്ധം ഒന്നും ഇല്ലെങ്കിൽ പോലും ആ സമയത്ത് ആ ശുശ്രൂഷയിൽ പോയി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആ വ്യക്തിയെ ഒരു നോക്ക് കാണാനും ഒക്കെ നമുക്ക് സമയം കണ്ടെത്തേണ്ട, ഒന്ന് തിരിച്ച് ചിന്തിക്കേണ്ട കാലഘട്ടവും കൂടി അല്ലേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇപ്പോൾ 7 ശാരീരികമായ കാരുണ്യ പ്രവർത്തികളാണ് നമ്മൾ കേട്ടത്. അടുത്തത് 7 ആത്മീയമായ കാരുണ്യ പ്രവർത്തികളാണ്. ഇതിൽ ഓരോന്നും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചിന്തിച്ചു പോകാം. 1, അറിവില്ലാത്തവരെ പഠിപ്പിക്കുക. നമുക്ക് പലരുടെയും ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഒരു പറ്റം ആൾക്കാർ മാത്രം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, വേറൊരു പറ്റം ഇങ്ങനെ കേൾക്കുന്നത്? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നമുക്കറിയാം, പരിശുദ്ധ ത്രിത്വം എന്ന വാക്ക് തന്നെ സഭാപിതാവായ തെർത്തുല്യൻ എന്ന് പറയുന്ന ഒരു സഭാപിതാവാണ്, സഭാപണ്ഡിതനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെയിൻറ്റ് അഗസ്റ്റിനോ തോമസ് അക്വീനോസിനെ പോലെ ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന വിശുദ്ധനെ പോലെയൊക്കെ ഉള്ളവരാണ് ഇതിനെ വിശദീകരിച്ചിരിക്കുന്നത്. സഭയ്ക്കെന്നും ഈടുറ്റ പണ്ഡിതരായ സഭാപിതാക്കന്മാരുണ്ട്.
അതിൻ്റെ അപ്പസ്തോലിക തുടർച്ചയായിട്ട് മാർപ്പാപ്പാമാരിലൂടെ വരുന്ന ഈടുറ്റ ലേഖനങ്ങൾ സഭയെ അതാത് കാലഘട്ടത്തിന് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോലന്മാരിലൂടെ, അതായത് അപ്പസ്തോലിക പിന്തുടർച്ചയായ മാർപ്പാപ്പ, മെത്രാന്മാർ, കർദിനാൾമാരിലൂടെ എല്ലാം അതാത് കാലഘട്ടത്തിന് വേണ്ട പഠനങ്ങൾ സഭയ്ക്ക് വേണ്ടി ദൈവം നൽകുന്നുണ്ട്. അത് വ്യാഖ്യാനിക്കുവാൻ ഏറ്റവും ചെറിയ സമൂഹമായ ഇടവക തുടങ്ങി അങ്ങ് വത്തിക്കാനിലെ റോമിലെ പരിശുദ്ധ സിംഹാസനം വരെ ഈ ഒരേ ചിന്താഗതിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കത്തോലിക്ക സഭയുടെ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് അറിവില്ലാത്തവരെ പഠിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ദൈവം എല്ലാവരെയും ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സർവരെയും ഉപയോഗിക്കുന്നുണ്ട്. അത് ചെറുതും വലുതുമായിരിക്കും. ചിലപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നമ്മളോടൊക്കെ എന്തെല്ലാം സംശയങ്ങൾ ഓരോ വ്യക്തികൾ ചോദിക്കാറുണ്ട്. ഇന്നതിൻ്റെ കാര്യം എന്താ, ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താ. അപ്പോൾ നമുക്കറിയാമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അറിയത്തില്ലാത്തതാണെങ്കിൽ നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് കൊടുക്കുകയും ചെയ്യരുത്. കാരണം ഉദാഹരണം പറഞ്ഞാൽ മാതാവ് ത്രിത്വത്തിൽ ഒരാളാണോ, ഒരു ചോദ്യം എന്നോട് കുറച്ച് നാൾ മുമ്പ് ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു അല്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ചില സംവിധാനങ്ങൾ, ചില സംഘടനകൾ. ഞാൻ പറഞ്ഞു 100% തെറ്റാണ്. കാരണം സഭയിലും അങ്ങനെ ഒരു പഠനമേ ഇല്ല. ത്രിത്വം എന്ന് പറഞ്ഞാൽ തന്നെ അത് 3 ഉള്ളൂ. അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. അതിൻ്റെ അകത്ത് മാതാവില്ല. അപ്പോൾ എന്നാൽ ഈ ത്രിത്വം മുഴുവൻ ബഹുമാനിക്കുകയും ത്രിത്വം നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് മാതാവ്. അല്ലാണ്ട് മാതാവ് ത്രിത്വത്തിൽ ഒരാളല്ല. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഇനി അഥവാ എന്നോട് ചോദിക്കുന്ന കാര്യത്തിൽ തന്നെ എനിക്ക് അറിവില്ല എങ്കിൽ, ഇതുപോലെ തന്നെ മറ്റൊരു സമൂഹത്തിൽ നിന്നൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ചോദിച്ചു എന്താണ് ശീശ്മയും പാഷണ്ഡതയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അത് നന്നായിട്ട് അറിയാവുന്ന വ്യക്തികളോട്, സഭയിൽ ഇഷ്ടം പോലെ നല്ല വൈദികരും നല്ല പഠിച്ച ആത്മായ ശുശ്രൂഷകരും ഒക്കെയുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ച് അത് വ്യക്തതയാക്കിയിട്ട് മാത്രം വേണം നമ്മൾ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാൻ. കാരണം തെറ്റായ ഒരു പ്രബോധനം ആയിരങ്ങളിലേക്ക് ആ തെറ്റായ പ്രബോധനമായിട്ട് പോകും. അപ്പോൾ എന്നാൽ അറിവില്ലാത്തവരെ പഠിപ്പിക്കാനുള്ള ചുമതല ക്രിസ്തീയ വിശ്വാസികളായ നമുക്കെല്ലാവർക്കുമുണ്ട്. അതൊക്കെയാണല്ലോ ഇന്നും ഷാലോമിലൂടെയൊക്കെ ഞാനിപ്പോഴും ഓർക്കുകയാണ്. ആദ്യ കാലഘട്ടത്തിൽ ഷാലോമിലൂടെ തിയോളജിയ ബഹുമാനപ്പെട്ട ഇപ്പോൾ നമ്മുടെ പിതാവായ ജോസഫ് പാംബ്ലാനി പിതാവിൻ്റെ ഒരു ക്ലാസ് തുടങ്ങിയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഷാലോമിലൂടെ. അന്നൊക്കെ പല മനുഷ്യർക്കും ഈ ക്ലാസ് എന്നാന്ന് മനസ്സിലായില്ല. വളരെ ഡീപ്പായിട്ടാണ് അന്നത്തെ ഓരോ കാര്യങ്ങളെപ്പറ്റിയും. വളരെ സിമ്പിളാണ് ഭാഷയെങ്കിലും ആശയം ഡീപ്പാണ്. അപ്പോൾ പലരും എങ്ങനെ നമുക്ക് മനസ്സിലാവും എന്നോർത്തു. പക്ഷേ ഇപ്പോൾ പല മനുഷ്യരും എന്നോട് പറയുകയാണ് ഏറ്റവും അട്രാക്റ്റീവാണ് ഈ ക്ലാസ്. കാരണം അവർ അറിവിൻ്റെ മേഖലയിൽ 1ാം ക്ലാസ്സിൽ നിന്ന് പരീക്ഷ എഴുതി 2ലേക്ക്, 2ൽ നിന്ന് 3ലേക്ക് ഇങ്ങനെ പഠിച്ചാൽ നമ്മൾ കയറി പോവുക. നമ്മളെ 1ാം ക്ലാസ്സിൽ നിന്ന് കൊണ്ട് 10ലേക്ക് ആരും ഇരുത്തില്ല, നമ്മളാരും ജയിക്കുകയില്ല. അപ്പോൾ അനുദിനം പഠിക്കാനും നല്ല നല്ല ക്ലാസ്സുകൾ, സഭാ പ്രബോധനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരുടെ ക്ലാസ്സുകൾ, തെറ്റായ പഠനങ്ങളെ പുറകെ പോയാൽ അത് നാശമാണ്. അതിനേക്കാളുപരി എന്ത് ചെയ്യണം, വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ബൈബിളിനെ തെറ്റാതെ വ്യാഖ്യാനിക്കുന്നവരുടെ വചനങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് നമ്മൾ നിൽക്കുന്ന സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കാനുള്ള ചുമതലയും നമുക്കുണ്ട്. അതൊക്കെ ഉദ്ദേശിച്ചാണ് ഇപ്പോൾ നമ്മുടെ ഈ ഷാലോം ടി വിയിലൊക്കെ തന്നെ ശുശ്രൂഷകൾ മുഴുവൻ, ഈ ലോകം മുഴുവൻ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഓരോ ശുശ്രൂഷയിലൂടെയും അനേകം പേര് പല പല കാര്യങ്ങൾ അനുദിനം മനസ്സിലാക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും വചനത്തെ സ്നേഹിക്കുകയും വിശുദ്ധരെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇതിന് ഒരു അടിസ്ഥാനമുണ്ട്. അതിതാണ് കാരുണ്യ പ്രവർത്തികളിലെ, ആത്മീയ പ്രവർത്തിയിലെ ഒന്നാണ് അറിവില്ലാത്തവരെ പഠിപ്പിക്കുക. 2, സംശയമുള്ളവരുടെ സംശയം തീർക്കുക. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മളോട് പല കാര്യങ്ങളിൽ പലർക്കും സംശയമുള്ളവരുണ്ട്. അവർ പല കാര്യങ്ങൾക്ക് എപ്പോഴും സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ട്. അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പല പഴയകാല പ്രവാചകന്മാരെ ചെറിയ പ്രവാചകന്മാരെന്നും വലിയ പ്രവാചകന്മാർ ഒരു ഹെഡിങ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും ഇതെന്തുകൊണ്ടായി ചെറിയ പ്രവാചകൻ എന്ന് പറഞ്ഞത്, അല്ല വലിയ പ്രവാചകൻ എന്ന് പറഞ്ഞത്. അവരുടെ ഏത് തരത്തിലുള്ള പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ നമുക്കറിയണം അവരെഴുതിയ പുസ്തകങ്ങളുടെ ബേസിലാണ് അവരെ ചെറിയതാണോ വലുതാണോ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവർ വലിയ ഡ്യൂട്ടി ചെയ്തതിന് വ്യത്യാസത്തിനെ ചെറുതും വലുതാക്കുകയല്ല. അവരെഴുതിയ പുസ്തകങ്ങളുടെ വലിപ്പം അനുസരിച്ച് ചെറിയ പ്രവാചകന്മാരെന്നും വലിയ യെശയ്യായും ജെറമിയായും ഒക്കെ വലിയ പ്രവാചകന്മാരുടെയും ഹബക്കുക്കോ സെഫാനിയൊക്കെ ചെറിയ പ്രവാചകന്മാരുടെ എഴുതിയ പുസ്തകങ്ങൾ ഇത്തിരിയേ ഉള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കണം, സംശയമുള്ളവർക്ക് ആ സംശയം തീർത്തു കൊടുക്കാനുള്ള ബാധ്യതയും സഭയിലെ ഏറ്റവും കൂടുതലുള്ളത്
മാർപ്പാപ്പായ്ക്ക് എല്ലാവരുടെയും സംശയം തീർക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് കർദിനാളന്മാരെ വെച്ചിരിക്കുന്നത്. കർദിനാളന്മാരുടെ മുന്നിൽ എല്ലാവർക്കും ചെന്ന് ചോദിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് മെത്രാന്മാരുള്ളത്. മെത്രാന്മാരുടെ അടുത്ത് നമുക്കെല്ലാം ചെന്ന് എപ്പോഴും സംശയം ചോദിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഇടവക വൈദികരുണ്ട്. ഇടവക വൈദികരെയും എപ്പോഴും അവർക്ക് തന്നെ പറ്റില്ലാത്തതുകൊണ്ടാണ് നല്ല അൽമായ ശുശ്രൂഷകരുള്ളത്. എല്ലാം കൂടെ ചേരുന്നതാണ് സഭയുടെ കെട്ടുറപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെല്ലാം കടമയുണ്ട് നന്നായിട്ട് വചനം പഠിക്കാനും സഭയെപ്പറ്റി നന്നായിട്ട് പഠിക്കാനും അത് തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാനും. അടുത്തതാണ് ദുഃഖിതരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത്. ദുഃഖിതരെ ആശ്വസിപ്പിക്കുക എന്ന് പറയുമ്പോൾ പല ജീവിതങ്ങളെയും നമ്മളിപ്പോൾ കാണുന്നത് വലിയ ആത്മീയതയൊക്കെ ഉണ്ടെന്ന് ഭാവിക്കുന്നവർ പോലും മനുഷ്യരോട് ഇടപെട്ട് കഴിയുമ്പോൾ അവരിൽ ഇല്ലാത്ത ദുഃഖം കൂടെ ഉണ്ടാക്കുന്ന പല സ്വഭാവങ്ങൾ പലരിലുമുണ്ട്. ഒരു പൊളിറ്റിക്സ് തലയെ കൂടെ കറങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അതേ തന്ത്രമൊന്നും ദൈവ മക്കൾക്ക് ആവശ്യമില്ല. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പല ആവശ്യങ്ങളുണ്ട്, അവർക്ക് പല തരത്തിലുള്ള ഉദ്ദേശങ്ങളുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ ദൈവ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഈ വക യാതൊരുവിധ ബുദ്ധിയുടെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് കർത്താവ് പറഞ്ഞു തന്ന കാര്യം തലമുറകളിലേക്ക് എത്തിക്കുക എന്നുള്ള സ്നേഹത്തിൻ്റെ ഭാഷയാണ്. അപ്പോൾ ദുഃഖിതനായിട്ട് ഒരാൾ കടന്നു വന്നാൽ അവൻ ആശ്വാസത്തോടെ നമ്മുടെ അടുത്തുനിന്ന് കടന്നു പോകണം. അതിനുള്ള ഒരു തീഷ്ണതയും തേജസ്സും സന്തോഷവും ഒക്കെയാണ് നമ്മുടെ മുഖത്ത് വേണ്ടത്. നമ്മളുടെ അടുത്തേക്ക് വരുന്നവൻ അവനേക്കാളും ദയനീയമായ മുഖമായിട്ട് നമ്മളിരുന്ന് കഴിഞ്ഞാൽ അവൻ ജീവനും കൊണ്ട് സ്ഥലം വിടും. ആ സമയത്ത് ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ എന്നെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നുള്ള വലിയ ബോധ്യത്തോടെ ഏത് ദുഃഖത്തിൻ്റെ പ്രതിസന്ധിയായിട്ട് കടന്നു വരുന്നവനോടും ഒരാശ്വാസത്തിൻ്റെ വാക്ക് പറയുവാനും അവനെ സമാധാനത്തോടെ പറഞ്ഞയക്കുവാനും കടമയുള്ള വ്യക്തികളാണ് ക്രിസ്ത്യാനികൾ എല്ലാവരും. അടുത്തത് തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുക. അത് പിന്നെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മൾ തെറ്റ് ചെയ്യുന്നവരെ തിരുത്തിക്കൊണ്ട് നടക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഇനി സ്വന്തമായിട്ട് തിരുത്തിയില്ലെങ്കിലും മറ്റുള്ളവരെ തിരുത്താനൊക്കെ പലർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ആ തിരുത്തലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അവനെ തീർത്ത് കളയുന്നതിനെ കൊണ്ട് തിരുത്തലല്ല. ഈ തിരുത്തലിന് ഒരു വലിയ അർത്ഥമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇവൻ്റെ ചിന്താഗതികളിൽ തന്നെ മാറ്റം വരുന്നു. ഇപ്പോൾ ഈ ചില ചിന്തകൾ കൊണ്ട് അല്ലെങ്കിൽ ചില വ്യക്തികളോടുള്ള ദേഷ്യം കൊണ്ട് സഭയോട് മുഴുവൻ ദേഷ്യമുള്ള യുവജനങ്ങളെയൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടുമുട്ടും. ആ കൊച്ചിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. കാരണം ഇവൻ പോകുന്ന വഴി ശരിയായൊരു വഴിയിലൂടെയല്ല. കാരണം അവനിൽ നിന്ന് വിശ്വാസവും സ്നേഹവും ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ സഭയാകുന്ന ചട്ടക്കൂടിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷിതത്വം, അതിൻ്റെ ഒരു ശ്രേഷ്ഠത, നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുന്ന ഒരു വലിയ സഭയുടെ അംഗമായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പവിത്രത, ഇതെല്ലാം നഷ്ടമാകുമെന്നുള്ളൊരു വലിയ ബോധ്യം ഈ കുട്ടിയിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? തെറ്റുകളെ തിരുത്തുന്നത് അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയും അവൻ്റെ പുരോഗമനത്തിന് വേണ്ടിയുമായിരിക്കണം. അല്ലാണ്ട് അവനെ തീർത്ത് കളയുന്ന രീതിയിലേക്ക് നമ്മൾ തിരുത്തി പോയി. എന്നാൽ കർശനമായി പറയേണ്ട ചില മേഖലകളുണ്ടെങ്കിൽ ബലഹീനതകളെ ദൈവം ക്ഷമിക്കും. നമുക്കതിനെ തിരുത്തി കൊടുത്താൽ പെട്ടെന്ന് അതിൽ നിന്ന് മാറ്റുകയും ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ മദ്യത്തിൻ്റെ അടിമകളായി ജീവിക്കുന്ന അവസ്ഥയിലുള്ളവർക്കൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇവരെ ദൈവം ഒന്ന് സ്പർശിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഞാൻ മിടക്കനാണെന്ന് ഓർത്തവരെക്കാളും മിടക്കരായിട്ട് ഇവർ മാറുന്നത് നമ്മൾ ഇഷ്ടം പോലെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വക ബലഹീനതകളുള്ളവരെ ദൈവം ഒന്ന് തൊട്ടാൽ മതി, അവരെ തിരിച്ചു കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഈ ആശയങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ പഠനം കൂടിപ്പോയിട്ടുമൊക്കെ അഹങ്കാരം കൊണ്ടൊക്കെ തെറ്റിലേക്ക് പോകുന്ന മനുഷ്യരുണ്ട്. തെറ്റായ പഠനങ്ങളൊക്കെ സ്വീകരിച്ച് തെറ്റിലേക്ക് പോകുന്നു. അവരെ തെറ്റ് തിരുത്തിക്കൊണ്ട് വരണമെങ്കിൽ നല്ല പ്രയത്നം തന്നെ ആവശ്യമുണ്ട്. കാരണം അവരുടെ മനസ്സിനെ മതിക്കുന്നത് വേറെ പല ചിന്തകളായിരിക്കും. ബലഹീനരെ തിരുത്താൻ വളരെ എളുപ്പമാണ്, എന്നാൽ അഹങ്കാരികളെ തിരുത്താൻ ഭയങ്കര പാടുമുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും വിവേകത്തോടെ ജ്ഞാനത്തോടെ വളരെ ചിന്തിച്ച് വേണം ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ. ആരുടെയും ഉള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും നഷ്ടപ്പെടാത്ത തിരുത്തലായിരിക്കണം നമ്മുടെ ഇന്ന് ഉണ്ടാകേണ്ടത്. അടുത്തത് ഉപദ്രവങ്ങൾ ക്ഷമിക്കുക എന്നുള്ള, ഉപദ്രവിച്ചവരുടെ ഉപദ്രവങ്ങളെയും ക്ഷമിക്കുക. പല രീതിയിൽ പല മനുഷ്യരുടെയും മനസ്സിൽ പലരിൽ നിന്നുണ്ടായ വേദനകളുണ്ട്. അവർ പ്രതീക്ഷിക്കാത്ത ചെയ്ത ഉപദ്രവങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ കാർന്ന് തിന്നുമ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മൾ രോഗികളായി മാറും. ആത്മീയമായ രോഗി, മാനസികമായ രോഗി, ശാരീരികമായ രോഗി, 3 മേഖല ഒരുപോലെ പിടിക്കും. ഇത് 3 ഒറ്റ ട്രിപ്പിൽ ഈ ബോഡി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരു സന്തോഷത്തോടെ ഒന്ന് എഴുന്നേറ്റ് വന്നേ, അത് മൊത്തത്തിൽ അന്നത്തെ ദിവസം ഒരു സന്തോഷമായിരിക്കും. അന്ന് ഭക്ഷണം കഴിച്ചാൽ ദഹിച്ചു പൊക്കോളൂ. എന്നാൽ മൊത്തത്തിൽ അരിശമായിട്ടൊരു ദിവസം പ്രഭാതത്തിൽ തന്നെ ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് ഒരു വൈരാഗ്യ ബുദ്ധിയോടെ ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് വയ്ക്കുമോ, അന്ന് കഴിക്കുമ്പം തന്നെ വയറിന് തന്നെ അസുഖം തുടങ്ങും. ആ വയറ് പ്രതിസന്ധി ഉണ്ടാക്കിയ മൊത്തത്തിൽ അന്നത്തെ ശരീരം മുഴുവൻ പ്രശ്നമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആരോഗ്യത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബാധിക്കുന്ന ചില ചിന്തകൾ, അവരെന്നെ ഉപദ്രവിച്ചല്ലോ എന്നുള്ള ചിന്തകളൊക്കെ നിരുപാധികം ക്ഷമിക്കാനും
കർത്താവ് നമ്മളോട് അനേകം പ്രാവശ്യം കർത്താവിനെ നമ്മൾ ഉപദ്രവിച്ചിട്ടും ക്ഷമിച്ചതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ വളരുമ്പോഴാണ് സത്യത്തിൽ കാരുണ്യപ്രവൃത്തികളുടെ ആത്മീയ തലത്തിലേക്ക് നമ്മൾ വളരുക. അടുത്തത് അന്യരുടെ കുറവുകൾ ക്ഷമിക്കുക. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും കുറവുണ്ട്. ഈ പറയുന്ന നമുക്കും കുറവുണ്ട്. ചിലയിടത്തൊക്കെ ഞാൻ ചെല്ലുമ്പോൾ പറയും, ചില ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ എപ്പോഴും പറയും, നമ്മൾ കേരളത്തിൻ്റെ അങ്ങേയറ്റം തുടങ്ങി ഇങ്ങേയറ്റം വരെയുള്ളവർ വന്ന് നിൽക്കുന്ന ഗ്രൂപ്പാണ്. നമ്മുടെ കുടുംബത്തിലുള്ള 4 സഹോദരങ്ങളോ 5 സഹോദരങ്ങളല്ലേ, ഇവർ തമ്മിൽ എന്തുമാത്രം ആശയപ്രശ്നമുണ്ട്. അപ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാസർഗോഡ് കിടക്കുന്നയാളും തിരുവനന്തപുരത്ത് കിടക്കുന്നയാളും കന്യാകുമാരി കിടക്കുന്നയാളും കോഴിക്കോട് കിടക്കുന്നയാളും പാലായി കിടക്കുന്നയാളും തമ്മിൽ ഒത്തിരിയേറെ ആശയങ്ങളുടെ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് അവരുടെ കുറവുകളായിട്ട് തോന്നും, ചിലപ്പോൾ അവർ കുറവുകൾ ചെയ്യുകയും ചെയ്യും. എന്നാൽ നമ്മുടെ കുടുംബത്തിൽ ഒരപ്പനും അമ്മയ്ക്കും ജനിച്ച് വളർന്നവർ തമ്മിൽ പോലും അനേകം വ്യത്യാസങ്ങൾ ആശയത്തിലുള്ളപ്പോൾ അവരോട് നമ്മൾ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും കാണുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പല സ്ഥലത്തു നിന്നുള്ള പല കുടുംബത്തിൽ നിന്നുള്ള പല മതത്തിൽ നിന്നുള്ളവരുടെ ആശയങ്ങളെയും കുറവുകളെയും ക്ഷമിക്കാനും കൂടെ നമ്മൾ തയ്യാറാകണം. അത് ആത്മീയ പുണ്യമാണെന്നും കൂടെ നമ്മൾ ഓർക്കണം. അടുത്തത് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. അത് സഭയുടെ വ്യക്തമായ ഒരു പ്രബോധനമാണ്. അതുപോലെ തന്നെ ക്രിസ്തുവും പറഞ്ഞിട്ടുണ്ട്. പൗലോസ്ലീഹ അതിനെ ഊട്ടി ഉറപ്പിച്ച് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ അതിൻ്റെ വ്യാഖ്യാനവും നൽകിയിട്ടുണ്ട്. ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ഉയർക്കുന്നത് വരെ നമ്മളെല്ലാവരും ഒന്നായതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചു പോയവർക്ക് വേണ്ടി, നമ്മൾ അറിയാവുന്ന മരിച്ചു പോയവർക്ക് വേണ്ടി, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചു പോയവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടത് കാരുണ്യ പ്രവർത്തികൾ 14 എണ്ണമാണ്. ആ 14 എണ്ണത്തിലൂടെയും നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ ശ്രമിച്ചാൽ കർത്താവ് അന്ത്യവിധിയിൽ വിധിയാളനായി വരുമ്പോൾ വലതുഭാഗത്തൊരു സ്ഥാനം, അതിനാണ് വിലയുള്ളൂ. ഈ ലോകത്തിലെ ഒരു സ്ഥാനം കൊണ്ടും ഒരു പ്രയോജനവുമില്ല. ഏത് സംവിധാനത്തിൻ്റെ ഏത് ഉന്നത സ്ഥാനത്ത് ചെന്നാലും സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധവുമില്ല. അപ്പോൾ കർത്താവിൻ്റെ ആ വിളിയിൽ വലതുഭാഗത്ത് നിൽക്കാനുള്ള ഒരു വലിയ ഭാഗ്യം ഞങ്ങൾക്കൊക്കെ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും കാരുണ്യ പ്രവർത്തികളിൽ അനുദിനം വളരാൻ വേണ്ടി നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purapada.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. അഗ്നിനാളമായി